നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ കാണാത്തൊരു വ്യക്തിയെയാണ് JB ജംഗ്ഷനിൽ ഇന്ന് അതിഥിയായി കൊണ്ടുവരുന്നത്. ഒരു മെന്റലിസ്റ്റ്, മനസ്സിന്റെ വ്യവഹാരങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ലോകപ്രശസ്തനായിട്ടുള്ള ആദി. ഇതാദ്യമായിട്ട് ഒരു ടെലിവിഷന്റെ സമ്പൂർണ്ണ ഷോയിൽ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നു. ആദിയെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ആദി, ആരാണ് ഈ ആദി? കോംപ്ലിക്കേറ്റഡ്. ലാലേട്ടൻ ആൻസർ പറയുന്ന പോലെ പറയേണ്ടി വരും. ഒരു എന്താണ് പറയുന്നത്? പ്രൊഫഷണലി ഒരു മെന്റലിസ്റ്റ് ആണ്. എന്താണ്, അതായത് ഈ പ്രേക്ഷകർക്കൊന്നും ഈ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സാധാരണത്തിൽ അവൻ മെന്റലാന്നാ പറയാ. അതെ, അതുമായിട്ട് ബന്ധമുണ്ടോ? ഒരു കണക്കിന് മെന്റലിസ്റ്റ് ആണ്. ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പറയില്ല, അവൻ മെന്റൽ കേസ് എന്ന് പറയില്ലേ? അല്ലേ? ചിലപ്പോൾ ആൾ വിളിക്കുന്നതാവാം. അതെയോ അയാള് മറ്റുള്ള ആൾക്കാരുടെ കണക്കൂട്ടിൽ നിൽക്കാത്ത കൊണ്ടാണോ അയാൾ മെന്റലായത്? ചെറുപ്പം മുതലേ അങ്ങനെ ഒരു അക്യൂസേഷൻ ഉണ്ട്. ആദ്യം ആരുടെ പിടി നിൽക്കില്ലേ? ഉണ്ട്, കുറച്ച് പേരുണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പേരുണ്ട്. അല്ലെങ്കിൽ ആദ്യയുടെ ഒരു പ്രൊഫൈൽ ഞാൻ നോക്കുകയാണ്. ഞാനൊക്കെ ജനിച്ചു വളർന്ന ഒരു നാട്ടിൽ നിന്നാണ് ആദ്യം വന്നിരിക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള മെന്റലിസ്റ്റുകളുടെ ഒന്നും വലിയ വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരെ കാര്യങ്ങൾ നേരെ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാരുടെ പ്രദേശം. ഞാനും വളരെ പാവാണ്. ആണോ? പക്ഷെ അങ്ങനെയല്ലേ ഇപ്പോൾ ആൾക്കാർ പറയണേ. ആദ്യം ഇങ്ങനെ ലോകത്തെമ്പാടും നടന്ന് വലിയ വലിയ വൻ തോക്കുകളെയൊക്കെ ഞെട്ടിക്കുന്നു. AK-47 ഒന്നും ഇല്ലാതെ തന്നെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇതൊക്കെയാണ് ആദ്യയെക്കുറിച്ചുള്ളത്. അല്ല, അത് എന്നെക്കാളും കൂടുതൽ ചെയ്യുന്ന അങ്ങല്ലേ. തൂലികേനെക്കാളും വലിയ തോക്കില്ല എന്നാണ് കേൾക്കുന്നത്. എന്നോട് 2-3 പേര് പറഞ്ഞു. ആ പെന്നിലേക്കൊന്നും ഈ പെന്നിലുണ്ട്. ഞാനിത് ആദ്യന്റെ മനസ്സ് ഞാനിങ്ങനെ വായിക്കും. ഞാൻ അതിന്റെ മനസ്സ് ഞാൻ വായിക്കട്ടെ ഇപ്പോൾ? ആയിക്കോട്ടെ. അതിന്റെ മനസ്സ് ഇനി ഈ പഹയൻ എന്താണ് ചോദിക്കാൻ പോകുന്നത്? ഒബിയസ്ലി ടെൻഷനാണ്. പിന്നെ അല്പ ടെൻഷൻ ഉണ്ട്. അല്പല്ല, ഒരുപാടുണ്ട്. അപ്പൊ ഞാനും ആദ്യയുടെ മനസ്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുഖത്തൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതായത് മുഖത്തിന്റെ സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ കണ്ട ആദ്യയുടെ മുഖഭാവം ഒന്ന് ചെറുങ്ങനെ വേറൊന്ന് രീതിയിലേക്കായി. അത് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നതിൽ നെർവസ് ആണ്, ശരിയാണ്. പക്ഷെ അതിനും മേതെ ഞാനൊരു അറിയപ്പെടുന്ന വലിയൊരു ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അല്പം ഷൈ ആണ്? അല്പല്ല, ഒരുപാട് ഷൈ ആണ്. എത്ര വയസ്സായി അതിപ്പോ? എനിക്കിപ്പം ഈ കഴിഞ്ഞ മാസം 30 30. അതെ. വിവാഹം കഴിച്ചിട്ടുണ്ടോ? അതെ, ഒരു തവണ വിവാഹം കഴിച്ചു. അതെന്താ ഒരു തവണ എന്നുള്ള വീട് അങ്ങനെയും പറയാലോ. അങ്ങനെയും പറയാം. അപ്പൊ ഒരു ഭാര്യയുണ്ട്. അതെ. ഒരുപാട് തവണ പ്രണയിച്ചിട്ടുണ്ടാവില്ല ആദ്യം? ഒരുപാട്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുക, എത്ര പേരിങ്ങനെ പേടിക്കുന്നുണ്ടാവുമല്ലേ എന്റെ പേര് പറയുമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇല്ല, പ്രണയം അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ വളരെ കുറവാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ ഈ പല വിദ്വാന്മാരും ഈ പെൺകുട്ടികളിലേക്ക് കൈ നോക്കുക, മുഖം നോക്കുക, മനസ്സ് വായിക്കുക, ഇതാണ് പ്രണയം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. നല്ല എക്സ്പീരിയൻസ്. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത് കുറച്ച് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കഴിവുള്ള ആദി പല ആൾക്കാരുടെയും ഹൃദയം കവർന്നുണ്ടാവില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഷോന്റെ ഇടക്കൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അതെ, അല്ലാതെ പിന്നെ ഒരു പാമിസ്റ്റിനോട് തോന്നുന്ന ഒരു ഇതിനേക്കാളും കുറച്ച് പേടിയോടെയാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത്. ഷോ കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ആദി എന്നുള്ള മെന്റലിസ്റ്റിനെ ഞാൻ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാണ്. അതിനെ പലർക്കും അറിയാം, ഒരുപാട് ആൾക്കാർക്ക് അറിയാം. പല സർക്യൂട്ടിലും ആദി വളരെ പ്രശസ്തനാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ സീരിയൽ താരമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ഒക്കെ പ്രസിദ്ധനാകുന്ന രീതിയിലൊരു പ്രസിദ്ധി ആദിക്ക് വന്നിട്ടില്ല. എന്ന കാരണം വെച്ചാൽ ആദിക്ക് ഒരു ചെറിയൊരു ചമ്മലുണ്ട് എപ്പോഴും. അതായത് മോഹൻലാൽ ഇരിക്കുന്ന പോലെ ഒരു തോൾ അല്പം താത്തിട്ടായിരിക്കണേ. അപ്പോൾ ആദി എന്നുള്ള വ്യക്തി ഇവർക്കിടെ മുഖത്തൊക്കെ ചോദ്യചിഹ്നങ്ങളാണ്. ഇപ്പോൾ ആദിനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഹിപ്നോട്ടിസ്റ്റാണ്, ഒരു സൈക്കോ തെറാപ്പിസ്റ്റാണ്, ഒരു വേണമെങ്കിൽ ആൾക്കാരുടെ ചിന്തകളെ കവർന്നെടുക്കുന്ന മോഷ്ടിക്കുന്ന ഒരാളാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ടാണ്, ഒരു സയൻസിൻ്റെ ലോകത്തെ വിവരിക്കുന്ന ഒരാളാണ്, ഒരു മജീഷ്യനാണ്, പിന്നെ ചില ഉടായ്പ പരിപാടികളിൽ വ്യാപൃതനായ ആൾക്കാരെ ശരിപ്പെടുത്തുന്ന ആളാണ്. എന്തൊന്നും പെട്ടെന്നൊരു വാചകത്തിന് നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് ആദ്യം മാറിയിരിക്കും. അപ്പൊ ആദിനെ എങ്ങനെ പരിചയപ്പെടും? ഞാൻ ചോദിക്കുകയാണ്. മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം വളരെ റെയർ ആയതും ചിലപ്പോൾ അതിന്റെ കോംപ്ലക്സിറ്റി കൊണ്ടായിരിക്കുള്ളൂ. അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു മുമ്പിലിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ, ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ ചിന്തകളെ മനസ്സിലാക്കാനും അതിനെ ഒരുപക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളാണ് ഒരു മെന്റലിസ്റ്റ്. ഓക്കെ, യു ആർ എ മാനിപ്പുലേറ്റർ.
അങ്ങനെയാണോ സൈക്കോളജിക്കൽ ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം. സൈക്കോളജിക്കലി റീഡയറക്ട് ചെയ്യുന്നു എന്ന് പറയാം. ഈസ് ഈക്വൽ ടു മാനിപ്പുലേഷൻ. പക്ഷേ അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു അല്ല, ഞാനതിന് പോസിറ്റീവ് അർത്ഥം. കാരണം ചിലപ്പോൾ ഉദാഹരണം എൻ്റെ ചിന്തകളെ ആദ്യം ഇപ്പോൾ കവർന്നെടുക്കുന്നുണ്ട് ഇല്ലേ, എന്റെ മനസ്സിൽ എന്താ വരുന്നെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഈ എടാകൂടത്തെ നമ്മൾ ആദ്യമായിട്ട് യു ആർ മീറ്റിംഗ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം ഓർ ഐ എം മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ നമ്മൾ രണ്ടുപേരും പരസ്പരം പലരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം, എന്നെ കുറിച്ച് മഹാമോശപ്പെട്ട പല കാര്യങ്ങളും ആദ്യം കേട്ടിട്ടുണ്ടാവും. ഞാൻ സത്യം പറയാം. അപ്പം സത്യം പറയാവുള്ളൂ. അതെ വിക്കിപീഡിയയിൽ കുറച്ച് നോക്കിയിരുന്നു അങ്ങനെ പറ്റി. അപ്പം ഇറ്റ് വാസ് ഹൈലി ഇംപ്രസ്ഡ്. ആൻഡ് ദെൻ ഇവിടെ വന്ന 2-3 അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ആളുടെ പാറ്റേൺ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം. അപ്പോൾ ഞാൻ എന്നിട്ട് പ്രീവിയസ് ഷോസ് കാണാൻ തുടങ്ങി. എനിക്ക് ജെബി ജംഗ്ഷൻ ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ എപ്പിസോഡ് അറിയാം. പക്ഷെ ഞാൻ ഈ ഒരു പേർപ്പസിലിരുന്ന് കാണുന്ന സമയത്തേക്ക് യു ഷിഫ്റ്റ് ലൈക്ക് എനിത്തിങ്. ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അങ്ങയുടെ മുമ്പിലിരുന്ന് പറയുന്നതല്ല. ഇതിനു മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അതെ, അദ്ദേഹം ഒരു വിട്ടുതരാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസിനൊന്നും അദ്ദേഹം എന്താണ് അതായത് ഇന്നർ മോണോലോഗ് എന്ന് പറയില്ല, നമ്മൾ ഒരു കോൺവെർസേഷനിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഭാഗം അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മിനിസ്റ്റർ പിണറായി വിജയൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് നിങ്ങളുടെ പാറ്റേൺ കിട്ടുന്നില്ല. അപ്പോൾ 1-2 എപ്പിസോഡിൽ ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിന്ന് അവസാനമാകുമ്പോൾ നല്ല പണി കൊടുക്കുക. അത് പഠിക്കട്ടൊരു പണി തന്നാണോ? ആണോ? ഒരു പണി തന്നല്ലേ എനിക്കിട്ട് ഇവരൊക്കെ എന്റെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം അങ്ങേക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയേക്കും. അത് ഞാൻ വളരെ ഓപ്പണാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആദ്യം എന്തും പറയാം, എന്തും എന്നോടും ചോദിക്കാം. എന്താ കാരണം വെച്ചാൽ ആ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിൽ മാത്രമേ എനിക്ക് ആദ്യയെ പൂർണ്ണമായിട്ടും അനാവരണം ചെയ്യാൻ പറ്റും. ഐ വാണ്ട് ടു ബി സോ കംഫർട്ടബിൾ. ആ ഈ പറഞ്ഞ സോഫയിൽ ആദ്യം എനിക്ക് ഒറിജിനൽ ആദ്യമായിട്ട് കാണണം. ഒരു തരത്തിലുള്ള പരിഭ്രമം വേണ്ടതില്ല. അത് മാത്രമല്ല ആദ്യക്ക് കുറച്ചുകൂടെ കംഫർട്ട് തരാൻ വേണ്ടിയിട്ട് ആദ്യക്ക് വളരെ വേണ്ടപ്പെട്ട 1-2 ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. വരട്ടെ ഒരാൾ. ഹായ്, അവരുടെ രാവുകൾ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ നമ്മൾക്കുള്ളൊരു സൗഹൃദ ടൈമിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആദ്യം. നമ്മളിപ്പോൾ ആക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഒരു സുഹൃത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗൈഡ് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സുഹൃത്താണ് അത്. ഇതുവരെ ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാറുണ്ട് ക്യാരക്ടറൈസേഷനെ കുറിച്ചിട്ടും ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ടും ഒരു ക്യാരക്ടറിൻ്റെ സൈക്കോളജിയെ കുറിച്ചിട്ടും. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിഷൻ തരുന്നൊരു സുഹൃത്താണ് ആദ്യം. വിനയ് ഫോർട്ട് താങ്കളൊരു ആരാധകനാണ്. അയ്യോ, അദ്ദേഹം നല്ലൊരു സുഹൃത്താണ്, ആരാധകൻ. ഈ വിനയന്റെ മനസ്സൊക്കെ വായിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ ഒരുപാട് സംസാരിക്കും. അപ്പോൾ മനസ്സ് വായിക്കുന്നതിനോട് അദ്ദേഹം ഒരു എന്താ പറയാ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പഠിക്കുന്ന സബ്ജക്റ്റിൽ ഒരുപാട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ വിനയന്റെ ഒരു സ്വഭാവം പറയട്ടെ പ്ലീസ്. അദ്ദേഹത്തിന് എപ്പോഴും ചെറിയൊരു പരിഭ്രാന്തി എപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോഴും നല്ലൊരു വരിയില്ലേ, ഒരു ഡീറ്റെയിൽസ് മേക്ക് പെർഫെക്ഷൻ ബട്ട് പെർഫെക്ഷൻ ഹാസ് നോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അദ്ദേഹത്തിനൊക്കെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു, അതായത് ഇത് ഇതെങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും, അയ്യോ ഇത് പ്രശ്നമുണ്ടോ, അപ്പോ ഇതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ ഒരുപാട് മാനസിക വ്യാപാരം, ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണ്. അതായത് ഞാനിത് ചെയ്താൽ അത് എങ്ങനെ വരും, ഇങ്ങനെ വരുമോ, വളരെ കൺസേൺഡ് ആണ്. പക്ഷെ അതൊരു വലിയ ഡെഡിക്കേഷൻ അല്ലേ? ഡെഡിക്കേഷൻ ആണ്. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു. അതായത് മനസ്സെപ്പോഴും എപ്പോഴും മോട്ടോർ റൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഞാനും ഇടയ്ക്ക് കുറച്ച് മനസ്സ് വായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കുറച്ചോ? ഇത്രയും സമയം പറഞ്ഞ എന്താണ്, നിങ്ങളൊക്കെയാണ് ഇത് ശരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ അതായത് ഈ വിദ്വാനെ എനിക്ക് ഇവിടെ എന്റെ മുമ്പിൽ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലായി. അതായത് നമ്മളുടെ ഒരു കാര്യം പറയുമ്പോൾ വിനയ് ഫോർട്ട് അത് കറക്റ്റ് അല്ലേ? അതാണ് തീർച്ചയായിട്ടും. ഒരേ ചോദ്യം തന്നെ ഒരു 3 തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം, ഒരാഴ്ച ഗ്യാപ്പിൽ നമ്മൾ എഗെയിൻ ആ ചോദ്യം ചോദിച്ചു വിചാരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ലാസ്റ്റ് ടൈം പറഞ്ഞ ആൻസറിന് ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി അത് ഇങ്ങനെ പറയായിരുന്നു അല്ലെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ. അത് ചില സമയത്ത് പുള്ളിയുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുമോ? പിന്നെ അതെല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ അതെ. അപ്പൊ അത്രത്തോളം ഡെഡിക്കേഷൻ വിനയ് ഫോർട്ടിന് വേണ്ടതില്ല. നമ്മുടെ ഇൻഡസ്ട്രി മലയാളം ആയതുകൊണ്ട് വിനയ് ഫോർട്ടിന്റെ ഒരു കലാകാരനെ
ബഹുമാനിക്കുന്ന ആദ്യ ഒരു വശത്ത്, വിനയ് ഫോർട്ട് എന്നുള്ള വ്യക്തിക്ക് നല്ല മനസ്സമാധാനവും ഉറക്കവും ശാന്തിയും സമാധാനവും എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് ഇപ്പോഴത്തെ. അങ്ങനെ 2 ആദിമാരുണ്ട്. ഈ മനസ്സമാധാനം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആദി ഇത്രയൊന്നും ബേജാറാകേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഈ ഒരു കുഴപ്പം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ റെസ്റ്റ്ലെസ്നെസ്, അതായത് വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് ദ സക്സസ് മേക്ക് ഓൾ ദ നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ. അപ്പം പുറത്തെ ആൾക്കാർ കാണുമ്പോൾ കാണുന്ന ഇതല്ല പലപ്പോഴും അവരുടെ ഇന്നർ മോണോലോഗ് അല്ലെങ്കിൽ മാനസിക വ്യാപാരം. മനസ്സിൽ ഒരു സമുദ്രം തിരയടിക്കുന്നുണ്ട്. എക്സാക്ട്ലി. ഇവരെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ പിള്ളേരെ വെച്ച്? പിന്നെന്താ നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ ആവശ്യം നല്ലൊരു സബ്ജക്റ്റിനെ വേണമെന്നുള്ളതാണ്. ഞാൻ ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കുക. സന്തോഷം. അങ്ങേക്ക് വരാമോ? എളുപ്പമല്ലേ അവിടെ നിന്ന്? പ്ലീസ്. പേരെന്താണ്? ഞാൻ ആദ്യം. ഇതിപ്പോൾ ചെയ്യാൻ കാരണം ജേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പെട്ടെന്ന് എന്നെ റിമൈൻഡ് ചെയ്ത്. തിയേറ്റർ ഷോയിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യും. അപ്പം ആൾക്കാർ ഇരിക്കുന്നത് എന്തെങ്കിലും ഇവരുടെ തന്നെ ആളാണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവം. അലേർട്ടാവരുത്. ഓക്കെ. ഇപ്പം ജിജേഷ് ATM യൂസ് ചെയ്യില്ലേ? ഓക്കെ. എത്ര എണ്ണം ഉണ്ട്? 1 2? ഒരെണ്ണേ ഉള്ളൂ. ഗുഡ്. അപ്പം ജിജേഷിൻ്റെ ATM കാർഡിൻ്റെ മെഷീൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ കാർഡ് എടുത്തിട്ട് എൻ്റെ ഫേസ് ഒന്ന് നോക്കുക, കാർഡിൻ്റെ. ഒരു ആ മെഷീനിലേക്ക് അത് ഇട്ടോളൂ. ഒന്നും പറയരുത് കേട്ടോ, എല്ലാം മനസ്സിൽ ചെയ്യണം. എന്നിട്ട് ഒബ്വിയസ്ലി അടുത്തത് ചെയ്യേണ്ടത് പാസ്വേഡ് ടൈപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ആ കാർഡ് അതിനിട്ടിട്ട് വെരി സ്ലോലി വളരെ ടൈം ഇപ്പോൾ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ലുക്ക് അറ്റ് മൈ ഐസ് ആൻഡ് ഡു ഇറ്റ് നൗ വെരി സ്ലോലി. ഓക്കെ. സ്കിപ്പ് ചെയ്തോ? ഒന്ന് ടച്ച് ചെയ്യാമോ? 4 ഫിംഗറോട് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും മിക്കവാറും ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടാക്കുമ്പോൾ അവരൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. 9583, ഇറ്റ്സ് വെരി ഈസി ടു ഗസ്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? എനിക്ക് എളുപ്പമാണ്, പക്ഷേ അറിയാവുന്നവർ ആർക്കും അറിയില്ല. അല്ല, എനിക്ക് അറിയാലോ. ഞാൻ പറഞ്ഞത് അത് ഡേറ്റ് ഓഫ് ബർത്ത്, അതുകൊണ്ടാണല്ലോ അത് ചൂസ് ചെയ്തത് അല്ലേ? ഓക്കെ, ഗുഡ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത തവണ ഇത് ഒരുപാട് ലീഡ് ചെയ്യുന്ന ഷോ ആണ് JB ജംഗ്ഷൻ. അപ്പം അടുത്ത തവണ കാർഡ് അതിനകത്ത് ഇടുമ്പോൾ റൈറ്റ് ഡൗൺ സൈഡിലായിട്ട് ചെറിയൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ചേഞ്ച് ചെയ്യാം. താങ്ക് യു സോ മച്ച് ജിജി. ഷോക്ക്ഡായിരിക്കാണ് അവ. ഇത് എത്രയും പെട്ടെന്ന് പാസ്വേഡ് മാറ്റിക്കോണം കേട്ടാ, അതല്ലെങ്കിൽ ആദ്യം അവിടെ എത്തും. അതെ, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആദിക്ക് ഇന്നത്തെ വലിച്ചൂരാനും പറ്റും. കള്ളത്തരമുണ്ട്. അപ്പൊ അങ്ങനെ ആക്കിയിട്ടേ വിടുള്ളൂ. ശരി, ആദി സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു. ഇത് നിങ്ങൾ ഈ സ്പർശിച്ചപ്പോഴാണോ ഇത് പിടികിട്ടിയത്? അല്ല, അത് ഒരു മസിൽ റീഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ ഒരു ചെറിയൊരു ഒരു കണക്ഷൻ ഉണ്ട്. ഐ മൂവ്മെന്റ് എല്ലാം ഹെൽപ്പ് ചെയ്യും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പേടിച്ചോണ്ടാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. പക്ഷെ ആളുടെ ഒരു ടിപ്പിക്കൽ ഒരു ലുക്ക് ഉണ്ടല്ലോ. ആളൊരു നിഷ്കളങ്കനാണ്. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ചൂസ് ചെയ്തത്. ആള് നിഷ്കളങ്കനാണ്. എനിക്ക് മനസ്സിലായി നിഷ്കളങ്കനാന്നുള്ളത്. ഇവനെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? നീ ആദ്യം പ്രണയിച്ച പെണ്ണിനെ ആരും പറ്റിച്ചിട്ടുണ്ടാവും. ആരും പറ്റിച്ചിട്ടില്ലാതെ തോന്നുന്നു തന്നെ ഒരു പറ്റില്ല. പറഞ്ഞത് കളവാണെന്ന് മനസ്സിലായി. എന്നാലും കളവല്ലേ സാറില്ല, അത് ചോദിക്കണ്ട സാർ. അതെ, സി എന്താ പറഞ്ഞത്? അത് കള്ളം പറയുമ്പം പെട്ടെന്ന് അറിയാം. അത് കള്ളം എന്താ അറിയോ? തള്ളി. അല്ല, അത് ഒരു പീപ്പിൾ ഡയലേഷന്റെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, നിഷ്കളങ്കനായതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഉറപ്പ് പറയാം, അദ്ദേഹം വൈറ്റ് ലൈസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വൈറ്റ് ലൈസ് എന്ന് പറയുന്ന നിഷ്കളങ്കമായ കള്ളങ്ങൾ, വലിയൊരാളെ ഹാം ചെയ്യാനുള്ള കള്ളങ്ങളല്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി ഈസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇവര് ബാങ്ക് റോബറി നടത്താൻ പറ്റില്ല. ചിന്തിക്കാൻ നേരെ പോവാൻ പോലീസ്. പക്ഷെ ഇവൻ ചെറിയ നുണ പറഞ്ഞു. അതായത് ഇവനെ ആരും പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ആദ്യം പറഞ്ഞു, നീ ഇവനെ ആദ്യം പ്രണയിച്ച പെണ്ണിനെ ഇവനെ പറ്റിച്ചു എന്ന് പറഞ്ഞു. അത് പറ്റിച്ചത് ഉറപ്പായിരുന്നില്ലേ? അല്ലേ? സത്യം പറയുന്നേ. സമ്മതിച്ചല്ലോ, ആള് സമ്മതിച്ചു കഴിഞ്ഞാൽ പറ്റിച്ചില്ലേ? ആളിപ്പോ കരയും. അത്
അങ്ങനെ ഇമോഷണൽ അല്ല, പക്ഷെ ലിറ്റിൽ ഇമോഷണൽ. ഇങ്ങനെയൊക്കെ സൈക്കോളജിക്കലി നിങ്ങൾ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത ഇമോഷണൽ ആയി പോകും. നിന്നെ പറ്റിച്ചോ അവളെ പറ്റിച്ചില്ലയോ? ഓക്കെ, പറ്റിച്ചു. എടാ അവളെ എവിടുന്നെങ്കിലും ഇത് കാണും. ഇതാണ് അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടി കേട്ടാ. പക്ഷെ ഇവനിപ്പോഴും മനസ്സിൽ അവളോട് സ്നേഹമുണ്ടല്ലേ? പാസ്റ്റ് അത് മറികടന്നല്ലേ? പക്ഷെ ഒരുപാട് ദിവസം ഇവനതൊരു മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ലേ? അല്ലേ? ഒരു 2 മാസം മതി? മോർ ദാൻ 8 months. അയ്യോ വിളിച്ചവരാ. ഇല്ല, ഐ വിൽ ടെൽ യു സംതിങ് ഈസ് ഹെയർ ലൂസ്. ഞാൻ നിങ്ങളെ കണ്ടു, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, നിങ്ങളുടെ പാറ്റേൺ കണ്ടു. ഇത്ര സമയം സംസാരിച്ചിരുന്ന് ഹുവർ ഷീ ഈസ്, ഇത് അദ്ദേഹത്തിന്റെ നഷ്ടമാണ്. സോ ആ പെണ്ണിന് നഷ്ടമാണ്. അതെ അതെ സാറല്ലേ, പോട്ടെ സാർ. ഒരു ശ്വാസം എടുക്കാൻ വേണ്ടി അവൻ പാടുകയാണ്. സംസാരിക്കാൻ പറ്റില്ല ആദ്യയുടെ അടുത്ത്, ബിക്കോസ് ഹീസ് ലേണിംഗ് ഫ്രം അവർ ടോക്സ്. ആണല്ലേ? എടാ ഇത് ആദ്യം ഒന്നും വേണ്ട, എനിക്ക് മനസ്സിലായില്ല. ഇതിന് ആദ്യ ആവശ്യത്തിന് നിന്റെ മോന്നായ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിന്റെ പലരും പഠിച്ചിട്ടുണ്ട്. ആദ്യം പ്രണയിച്ചോള് പറ്റിച്ചു, എനിക്ക് സത്യമായിട്ട് മനസ്സിലായി. നീ എന്റെ അടുത്ത് കള്ളം പറയാൻ ശ്രമിച്ചു, പക്ഷെ ആദ്യയുടെ അടുത്ത് നീ പേടിച്ചിട്ട് ഉള്ള സത്യം പറഞ്ഞു. അല്ലേ? ശരിയല്ലേ? ഞാനും ഒരു കറുത്ത പാന്റും കറുത്ത കുപ്പായിട്ട് നീ വേണേ വിശ്വസിച്ചതിന് ഈ ബ്ലാക്ക് ആണോ നിങ്ങളുടെ ഒരു ഇഷ്ട കളർ? അതെ സാർ. ആണല്ലേ? ഡ്രോവറിൽ നോക്കിയാൽ അറിയാം, ഒരു 90% ഡ്രസ്സും ബ്ലാക്ക് ആണ്. പുതിയതായിട്ട് നിങ്ങൾ മേടിച്ചിട്ട് വരുമ്പോ ചേച്ചിയൊക്കെ പറയും ബ്ലാക്ക് ആയിരിക്കും, തുറക്കണ്ട. എന്തോ ബ്ലാക്കും വൈറ്റും ഭയങ്കര ഇഷ്ടമാണ്. മറ്റു കളറുകളോട് പ്രശ്നമൊന്നുമില്ല, ഇതെന്തോ. ഓക്കെ. അത് എങ്ങനെ, ഞാൻ അതിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് നോക്കുമ്പോൾ വളരെ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി അതെ എങ്ങനെ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു? ആരായിരുന്നു താങ്കളുടെ പരീക്ഷണ വസ്തുക്കളാണ്? വലിയ ആൻസറാണ്. തീരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. നമ്മളൊരു സാധാരണ ടിപ്പിക്കൽ ഒരു നായർ തറവാട്ടിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അമ്മമ്മയാണ് ഈ പുരാണ കഥകളൊക്കെ പഠിപ്പിച്ചു തന്നതും. ഷീസ് എ പുരാണിക് എൻസൈക്ലോപീഡിയ ഇപ്പോഴും ഉണ്ട്. അപ്പോ കൃഷ്ണനാണോ താങ്കൾ? എക്സാക്ട്ലി. എനിക്ക് ആ മുഖം കണ്ടപ്പോ മനസ്സിലായി. അല്ല, അത് ഏത് രീതിയിലും എടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ അർത്ഥത്തിലല്ല കേട്ടോ. ഓക്കെ, അല്ല ഇനി അതിലേക്ക് വരണ്ടല്ലോ. അപ്പോ ഈ ഗീത എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് മനസ്സിൽ സ്ട്രൈക്ക് ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളും റിലേഷനൊക്കെ, നാട്ടിൻപുറത്തുകാർക്ക് റിലേഷനൊക്കെ ഭയങ്കര കൂടുതൽ ഇൻറ്റിമസി പൊതുവേ ഉണ്ടെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കും. മുമ്പിലുള്ള ചേട്ടനെ അല്ലെങ്കിൽ ബ്രദറിനെ കൊല്ലാൻ വേണ്ടി, കൊല്ലില്ലാന്ന് തീരുമാനിച്ച ഒരാളെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനകത്ത് മനസ്സ് ടേണാക്കി കളയാം. അപ്പം അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കാനുള്ള പ്രായമില്ല. ഒരു 6-7 വയസ്സാകുമ്പോഴത്തേക്കിനും ഷീ ടോട്ട് മീ മോസ്റ്റ് ഓഫ് ദ നമ്മുടെ പുരാണ കഥകളും മഹാഭാരതം രാമായണമൊക്കെ കവർ ചെയ്ത് തന്നിരുന്നു. പിന്നെ എൻ്റെ ഇളയമ്മ പുസ്തകങ്ങൾ ഇങ്ങനെ വാങ്ങി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അമർചിത്ര കഥ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇതിന്നാണ് തുടങ്ങുന്നത്. ഈ കൃഷ്ണനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിച്ച ഒരാള്. ഇന്നും ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, മനഃശാസ്ത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പഠിക്കുമ്പം അദ്ദേഹം ചെയ്ത പ്രിൻസിപ്പിളൊന്നും ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കി കിടക്കുന്നേ ഉള്ളൂ. എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ കവർ ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 6th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിയുന്ന സമയത്തേക്കും ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ആള് കണ്ടുപിടി, എല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷൻ അല്ലേ. അപ്പം ആ ക്യാരക്ടർ എന്നെ കൺഫ്യൂസ് ചെയ്യിച്ച പോലെ അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്ത പോലെ ഒന്നും ഇപ്പോഴും ഒരാളും ഒന്നും ചെയ്തിട്ടില്ല. പുസ്തകം മാത്രമാണ് ഏറ്റവും ഒരു ഡ്രീം, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയാണ് മനസ്സിലെ ഡ്രീം ആ സമയത്ത്. അപ്പോൾ ഈ ഷെർലക് ഹോംസിൻ്റെ പുസ്തകം അവിടെ വരാനുള്ള സ്പേസ് ഒക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ച് 10-40 പുസ്തകങ്ങളേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഞാനിങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ബാലരമയുടെ ഒരു നമ്മളിങ്ങനെ പദപ്രശ്നം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിനെ സമ്മാനമായിട്ട് ഒരിക്കൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ഇതാണ്, ഷെർലക് ഹോംസിൻ്റെ ഇതാണ്. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് അറിയാം. 1429 പേജ് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് അതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഷെർലു എന്നൊരു കുറ്റപ്പേരിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ വിളിക്കാൻ തുടങ്ങി. അത് ഇൻസൾട്ട് ആണോ ഇൻസ്പിറേഷൻ ആണോ എന്നൊന്നും അറിയില്ല. അത് ഐ വാസ് ടേക്കിൻ ഇറ്റ് ആസ് എൻ ഇൻസ്പിറേഷൻ. അതെ. അവിടുന്നും ഇന്ന് ഈ നിമിഷം വരെ മനുഷ്യന്റെ മനസ്സ് പഠിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. മനഃശാസ്ത്രം എടുക്കണം എന്നായിരുന്നു BA-ക്ക്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനുള്ള സംവിധാനം അന്നില്ല, അവർ അക്കാദമി അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് പറ്റിയില്ല. പക്ഷെ അപ്പോഴും പാരലലി കിട്ടാവുന്ന പുസ്തകങ്ങളിലും കോണ്ടാക്റ്റിലും ആൾക്കാരോട് സംസാരിച്ചിട്ടൊക്കെ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു. താങ്കളുടെ ഗ്രാമത്തിൽ താങ്കൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ആരെയാണ് ആദ്യം താങ്കൾ ഞെട്ടിച്ചത്? ആരുടെ മനസ്സാണ് താങ്കൾ വായിച്ചത്? വീട്ടിൽ നിന്നൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല, അമ്മക്ക് ഭയങ്കര പേടിയാണ്.
പിന്നെ അപ്പോൾ അമ്മ അവരെന്തെങ്കിലും മുസീബത്ത് പറഞ്ഞു പോകുന്ന ഒരു പേടിയാണോ? അല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് ഒന്ന് ഞെട്ടുന്ന ഒരു സമയത്ത് അമ്മ കാവിലൊക്കെ പോയി കളയും. ഓ അത് ശരി. പേടിച്ചിട്ട് അമ്മ നീലേശ്വരം കാവിൽ പോയിട്ട് പൂജയും കാര്യങ്ങളും ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്ക്. ഒരു നാട്ടിൻപുറത്ത് ഒരു പാവ അമ്മയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കാം. പിന്നെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പ്രറ്റി മച്ച് ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ഫ്രണ്ട്ലി എല്ലാം നല്ലതാണ്. എന്താ കാരണം? അത് അവര് പേടിച്ചിട്ടൊന്നും അല്ലല്ല സബ്ജക്റ്റ് അവരെപ്പോഴും ചിലപ്പോൾ പ്രായത്തിൽ കൂടുതലുള്ള മെച്യൂരിറ്റി കാണിച്ചുകൊണ്ടോ എങ്കിലും ഫൂളിഷ്നെസ് ആയിരിക്കാം, എന്തോ അതെങ്ങനെ വിളിക്കുന്ന അറിയില്ല. അപ്പോൾ സബ്ജക്റ്റ് വൈസ് ഒക്കെ പറയുമ്പോൾ അവർ പിന്നെ അതൊക്കെ നടക്കുമോ? കാരണം നമ്മളിങ്ങനെ ഡ്രീമാണ് പറയുന്നത്, ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം, അത് പറ്റുമോ? അപ്പോൾ അവർ പറയും തുടങ്ങി. ഫ്രണ്ട്ലി ഐ വാസ് എ വെരി ഗുഡ് ഫ്രണ്ട്. അവരെല്ലാവരും എനിക്ക് നല്ല സൗഹൃദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റെയർലി ഒരു രണ്ടും എൻ്റെ അച്ഛൻ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. അച്ഛൻ വളരെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരു 2 ടീച്ചേഴ്സ്, അങ്ങനെ വളരെ ഒരു ചുരുങ്ങിയ സർക്കിളാണ് എന്നെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആദർശ് ഞാൻ ക്ലാസ് അധ്യാപികയായിരുന്നത് 7ാം തരത്തിലാണ്. സാധാരണ കുട്ടികളെ പോലെ അല്ലായിരുന്നു അവൻ്റെ. എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ തോന്നിയത് മലയാളം ഉപപാഠ പുസ്തകത്തിൽ അവൻ എഴുതുന്ന ഉത്തരങ്ങൾ നോക്കി ഞാൻ പലപ്പോഴും അതിശയപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗാണ് അതിന് വേണ്ടത്. അതിൽ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടി എഴുതുന്നതിനപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അവൻ പലപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവൻ ഒരു എഴുത്തുകാരനാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അവനെന്താണെന്നറിയില്ല, ഞാൻ പൊതുവെ എല്ലാ കുട്ടികളോടും വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു അധ്യാപികയാണ്. അവർക്ക് എന്നോട് ബഹുമാനമല്ല, എന്നോട് ഒരു ഫ്രണ്ട്ഷിപ്പാണ് കീപ്പ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ എല്ലാ കുട്ടികളെ പോലെ ഞാൻ അവനെ കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എപ്പോഴൊക്കെയോ അവന് എന്ത് തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല, അവനിടയ്ക്കൊക്കെ അവൻ്റെ വീട് പോലെ അവൻ എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും കയറി വരുമായിരുന്നു, ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. എന്നോട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യും, പഠനത്തിൻ്റെ കാര്യങ്ങളായാലും. പിന്നെ അവൻ നന്നായി പാടുമായിരുന്നു. ഉഷ ടീച്ചർ 2 ടീച്ചർമാരാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും. ഐ എം വെരി വെരി ഓണേർഡ് ടു ഹാവ് ഹെർ ഇൻ മൈ ഫസ്റ്റ് ഷോ. ഉഷ ടീച്ചറും കുമാരി ടീച്ചറും എന്നെ 3ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച ആൾക്കാരാണ്. എന്നെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് 2 അമ്മമാർ എക്സ്ട്രാ കിട്ടിയൊരു ഫീലാണ് സ്കൂളിൽ. അപ്പോൾ അവരുടെ സബ്ജക്റ്റ് അവർക്ക് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 100% മാർക്ക് എടുക്കും. അത് അവർക്ക് വിഷമായാലോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നെ കെയർ ചെയ്യുന്നത്. ഉഷ ടീച്ചറുടെ മോൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. എത്രയോ തവണ ടീച്ചർ, ഞാൻ പറഞ്ഞു ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്നാണ്, ടീച്ചർ എന്നെ കൊണ്ടുപോയി ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്. ഒരു തവണ ഒരു കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ മുഷിഞ്ഞ ഡ്രസ്സാണ്. അപ്പോൾ ഈ കുമാരി ടീച്ചർ തൊട്ടടുത്ത ദിവസം ഒരു പേര് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടാണ്. അപ്പോൾ ആരും കാണാതെ തരും. ഞാൻ പറയുന്ന ഒരുപാട് ഇമോഷണൽ ബാക്കിലോട്ട് ചിന്തിക്കും. ഞാനിപ്പോഴും എല്ലാ വെക്കേഷനും അവരെ കാണും. ടു എവ്രി സിംഗിൾ ടീച്ചേഴ്സ് ഔട്ട് ദെയർ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ടീച്ചർ എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് എന്നെ പോലെ ഒരു 10,000-കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഈ 2 ടീച്ചർമാരും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് എന്നോട് പറയുമേനോ ഒരു വല്ലാത്തൊരു സപ്പോർട്ട് എന്നെ. പിന്നെ അവരാണ് എനിക്ക് പഠിപ്പിച്ചതെന്ന് റെസ്പെക്ട് ഹാസ് ടു ബി ഏൺഡ് നോട്ട് ബൈ ഫിയർ ബട്ട് ലവ്. അപ്പം ദിസ് ഇസ് ഞാൻ അദ്ദേഹം വളരെ സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഒരുപക്ഷെ ഇന്ന് ആദ്യം എത്തി നിൽക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവരെയൊന്നും സ്മരിക്കേണ്ട ആവശ്യം തന്നെയില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ഗുരുകൃപ താങ്കളുടെ മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. എങ്ങനെയാണ് ആ ഷെല്ലിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്നത്? എങ്ങനെയാണ് അവിടുന്ന്? അത് എറണാകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, എറണാകുളത്തുള്ള മഹാനഗരത്തിൽ എത്തപ്പെടുന്നു. അത് വന്ന് ചേർന്ന് ഇതിനു വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. പക്ഷേ എഗെയിൻ കുറേ തവണ നമ്മളിങ്ങനെ ഇന്നതാണ് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ അവസാനം നമ്മളത് പറയാതെയായി. അപ്പം ഈ ഒരു ഇൻറ്റൻഷൻ, ഈ സബ്ജക്റ്റ് പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, ഏത് പ്രൊഫസറുടെ കീഴിലാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതൊക്കെ അറിഞ്ഞ സമയത്ത് ഇതൊരു സയൻസ് ആണെന്നാണോ ആദ്യം പറയുന്നത്? അല്ല, ദിസ് ഇസ് ആൻ അബ്സ്ട്രാക്ട് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറേ എക്സിസ്റ്റിംഗ് സയൻസുകളുടെ ഒരു മിക്സ്ചർ. നമ്മളിപ്പോൾ പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് ബേസിക് തുടങ്ങുന്ന അതാണ്, ആൾക്കാരുടെ ശരീരഭാഷ. എക്സാക്ട്ലി. ബോഡി ലാംഗ്വേജ് തുടങ്ങി അതിൻ്റെ പയനിയർ സ്റ്റഡീസ് ഉണ്ട്, മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട്. മുഖത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള ചലനങ്ങൾ കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സജഷനിൽ വരുമ്പം ഹിപ്നോസിസ് അല്ലെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP ഈ സംഭവങ്ങളൊക്കെ വരും. പിന്നെ മാജിക് വലിയൊരു ഫാക്ടറാണ്.
അതായത് ഒരു എന്റർടൈനിങ് സൈഡ് കൊടുക്കണമല്ലോ. അപ്പോൾ മാജിക് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാജിക് പഠിച്ചോ ആദ്യം? അതെ, ചെറുപ്പത്തിലെ ഇങ്ങനെ അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പാരലൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരാളുടെ കീഴിലൊന്നുമല്ല, ഞാൻ എൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ട് തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. അപ്പോൾ സൈക്കോളജി, സജഷൻ, മാജിക്, മിസ് ഡയറക്ഷൻ ആൻഡ് ദെൻ ഷോമാൻഷിപ്പ്. മെന്റലിസം എന്ന് പറഞ്ഞ സബ്ജക്ട് കംപ്ലീറ്റ് ആവുന്ന ഇതൊക്കെ കൂടുമ്പോഴാണ്. പിന്നെയും ഒരുപാട് സബ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ന്യൂമോണിക്സ്, മെമ്മറി. അത് ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊരു പ്രൊഫഷൻ നിലയിൽ നമുക്ക് നമ്മുടെ ഒരു ജീവിതമാർഗം ഒരുക്കി തരുമോ, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഉതകുന്നതായിരിക്കുമോ, ഇത് നമ്മൾ നാളെ നമ്മളെ നിരാശപ്പെടുത്തുമോ, ഇതൊക്കെയുള്ള ആശങ്കകൾ ആദ്യം ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാണ് താങ്കൾ അല്ല ഇതെൻ്റെ ദിസ് ഗോയിങ് ടു ബി മൈ ഫോർട്രേ, എൻ്റെ ഒരു ഫോർട്രസ് ഇതാണെന്ന് തീരുമാനിച്ചത് മുഹൂർത്തം എപ്പോഴായിരുന്നു? ഞാൻ ഇപ്പോൾ നല്ല ചോദ്യമാണ്. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി, അവരെപ്പോഴും അക്കാഡമിക്കലി പഠിച്ച് എന്തെങ്കിലും ജോലി കിട്ടണം ആ ഒരു രീതിയിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരൊക്കെ. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കോഴ്സിന് ചേർന്നു, അനിമേഷൻ, മൾട്ടിമീഡിയ ഗ്രാഫിക്സ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്. ഞാൻ അത്യാവശ്യം വരക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ അനിമേഷനാണ് അവരുടെ കണ്ണിൽ ഞാൻ പഠിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ പോക്കൊക്കെ വളരെ കുറവാണ്. ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ പാരലലി ഞാൻ എപ്പോഴും ഇവിടെ എറണാകുളം ലൈബ്രറിയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. DC ബുക്സിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. അപ്പം എൻ്റെ സ്റ്റഡിങ് ഒക്കെ ഇത് തന്നെയായിരുന്നു പാരലലി. അപ്പോൾ അവരെ കാണിക്കാനൊന്നും എൻ്റെ വിരലിലെ മോതിരത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇതിനാ? എന്താണ് ചോദിക്കാം? വെറുതെ ഇല്ല. ഇല്ലല്ലേ? ഓക്കെ. താങ്കൾ ഇടയ്ക്ക് അത് എടുക്കുകയും ഉള്ളിടുകയും ചെയ്തു. ഞാനിപ്പോൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക അതില്. അത് ഇറ്റ്സ് ബിക്കം ലൈക്ക് എ സെക്കൻഡ് നേച്ചർ. ചിലപ്പോൾ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിനിടയിൽ അതിങ്ങനെ ഇതെടുക്കും, അത് അറിയാതെ വരും. ഓക്കെ, വരട്ടെ ഒരാൾ. അതെ, നമസ്കാരം. ജോനേട്ടാ, നിസ്സാരമായിട്ടല്ലോട്ട് എടുത്തിരിക്കണേ. ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും. നിങ്ങൾ മാത്രമല്ല എല്ലാവരുടെയും മനസ്സ് ചൂഴ്ന്നെടുക്കുന്ന ആള്. ഇതതിൻ്റെ അപ്പുറം. ഞാൻ പണ്ട് ആദീനെ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മാജിക്കിൻ്റെ വേറൊരു രൂപമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം മെൻ്റലിസം എന്ന് പറയുന്ന ഒരു വാക്കൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണം, അതിന് മുമ്പ് കേട്ടിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം, ഒരു വേർഡായിക്കോട്ടെ, ഒരാളുടെ പേരായിക്കോട്ടെ, നമ്മൾ പറയാതെ അദ്ദേഹത്തിന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു 1000 പേജിൻ്റെ ഒരു ബുക്ക്, ഒരു കഥ, ഒരു ഫിക്ഷൻ എന്തെങ്കിലും ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്നൊരു വേർഡ് ആലോചിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും അത് ഇദ്ദേഹത്തിന് പറയാൻ പറ്റുക. ഇങ്ങനത്തെ ATM നമ്പർ കണ്ടുപിടിക്കുകയും കള്ളനാണോ എന്ന് പറയാൻ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ്, അത് സാധാരണഗതിയിൽ നമ്മൾ ഇല്യൂഷനിസ്റ്റ് അല്ലെങ്കിൽ വേൾഡിലെ വേറെ മെൻ്റലിസം അല്ലെങ്കിൽ മെൻ്റലിസ്റ്റിനെ പരിശോധിക്കുമ്പോഴത്തേക്കും അവരോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലുണ്ടാകുക, അത് നമ്മുടെ കുടുംബത്തിലൊരു അംഗമായി മാറുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് പോയിരുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒരുപാട് മുകളിലേക്ക് എനിക്ക് തോന്നുന്നു ആദി എത്താനുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതൊക്കെ. എനിക്കൊരു സഹായം ചെയ്യണം. എല്ലാവരെയും ചോദ്യം ചെയ്യുന്നൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആദി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലവ് ആരാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അയ്യോ, കണ്ടുപിടിക്കാതെ ഞാനത് കുറെ കാലമായിട്ട് അന്വേഷിച്ചു കിടക്കുക. അല്ല, ഇത് അദ്ദേഹത്തിന് നിങ്ങൾ അകെയാണോ ഉദ്ദേശിച്ചല്ല എന്നെയാണോ? അങ്ങോട്ടുള്ള ചോദ്യം. അല്ല, ഞാൻ ആദിയുടെ ഫസ്റ്റ് ലവ് കണ്ടെത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട്. അടിപൊളി, തീരുമാനമായി. നമുക്ക് ഈ ക്യാമറയൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ കോർണറിൽ പോയിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരെ? ഓക്കെ, അങ്ങനെ മതിയോ? ഇങ്ങനെയാണ് എന്നെ ഓരോരുത്തർ രക്ഷപ്പെടുത്തുന്നത്. ഇല്ല, ഒരു പ്രണയം ഒരു 15ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഒരു ഇഷ്ടം. ആദിയുടെ? അതെ, പ്രണയം എന്ന് പറയാൻ അങ്ങനെ അറിയില്ല, ഒരു കുഞ്ഞിഷ്ടം. പ്രണയം അതിന്റെ എല്ലാ ഫോമിലും ഉണ്ടാവുന്നത് ഒരു 21ാമത്തെ വയസ്സിൽ. കുടുംബത്തിൽ ഉള്ള ഒരു കുട്ടിയായിരുന്നു. എന്തൊക്കെയോ കൊണ്ട് അത് വർക്കായില്ല. അതാണ്, എല്ലാം അറിയുന്ന ആളാണ്, എന്റെ A to Z കാര്യങ്ങൾ അറിയുന്ന ആളാണ്. എനിക്കൊരു പണി കിട്ടട്ടെ എന്ന് വിചാരിച്ച മനഃപൂർവ്വം എങ്ങനെ പണി തരുന്നു ആദിക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആദ്യം മഹാസാധുവായിട്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ ജയസൂര്യ പറഞ്ഞ് എന്നെ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, ശരിക്കും ഒന്നുകൂടി കേട്ടു നോക്കൂ. അല്ല, ആളങ്ങനെ പറയുള്ളൂ, അതുകൊണ്ടാണ്. അതാണ്. എന്തായാലും ആദിക്കൊരു പണി തന്നു അല്ലേ? ഈ ജയസൂര്യനെ എങ്ങനെ പരിചയപ്പെട്ടെ? ജേഡൻ വളരെ അടുത്ത സുഹൃത്താണ്, ഈ ഫാമിലി അതുപോലെ തന്നെയാണ് അടുപ്പം ഫാമിലിയായിട്ട്. കുറച്ച് വർഷമായി. അദ്ദേഹത്തിന് നമുക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എഡിസൺ ഫ്രാൻസ് പറഞ്ഞിട്ടൊരു. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അദ്ദേഹം എൻ്റെ കാര്യങ്ങൾ അവിടെയും അവിടുത്തെ കാര്യങ്ങളും എൻ്റെ അടുത്തും. അപ്പോൾ കുറേ നാളിങ്ങനെ ജയസൂര്യന്റെ മാനസിക വ്യവഹാരങ്ങൾ മുഴുവൻ ആദ്യം കൊണ്ട് പറയിപ്പിച്ചോ?
അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യും, ഒരുപാട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി കോൺവെർസേഷൻ്റെ ഇടയിൽ അദ്ദേഹം നല്ലൊരു സ്കെപ്റ്റിക്കാണ്, ഞാനും വളരെ നല്ലൊരു സ്കെപ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പലതും ഇതങ്ങനെയല്ല നടക്കുന്നത്, ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ നല്ല ഇൻറ്റൻഷനോടുകൂടി നമ്മളിങ്ങനെ പ്രസൻറ്റേഷനൊക്കെ പറയും. എക്സാക്ട്ലി. ഇപ്പോഴും അദ്ദേഹം എന്തെങ്കിലും ഒരു ഡൗട്ടുള്ള ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ഓൺലൈൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യും, ആദ്യം ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ. അപ്പം ഈസ് ടു മച്ച് ഇൻ ടു ദ സബ്ജക്ട്. മെൻ്റലിസം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവിയിൽ ആളൊരു മെൻ്റലിസ്റ്റ് ആയിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്. അതെ അതെ, അഭിനയിച്ചു കഴിഞ്ഞു. പ്രേതം അത്രത്തോളം സ്വാധീനം ആദി ജയസൂര്യയിൽ ചെലുത്തി കഴിഞ്ഞിരിക്കും. ഈസ് വെരി ഡെഡിക്കേറ്റീവ്. അങ്ങനെ ഇതൊക്കെ ഒരു അത് പറയുന്നതിൽ ആദ്യം ഒരു അങ്ങനെ ഒരു എളിമയുടെ ആവശ്യമില്ല. എന്താ കാരണം വെച്ചാൽ നമുക്കൊരാളെ സ്വാധീനിക്കാൻ പറ്റുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കഴിവുകളിൽ നമ്മളെ കുറിച്ച് മതിപ്പുണ്ടാകുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, അല്ലേ? അതിന് പ്രത്യേകിച്ച് അത്ര മോഡസ്റ്റിയുടെ ആവശ്യമില്ല. അത് കുറച്ചുകൂടി ആദ്യം അമേരിക്കയിലൊക്കെ പഠിച്ചല്ലേ 5-6 വർഷം, എന്തിന് ഇത്ര ഷൈനസിന്റെ ആവശ്യം? അവിടെയൊക്കെ നന്നായിട്ട് ഒരു എക്സ്ട്രോവേർട്ടൊക്കെ ആയിട്ട് എന്റെ പെർഫോമൻസ് പാരാമീറ്ററിൽ ഐ എം കൈൻഡ് ഓഫ് ഓക്കെ. ഇപ്പൊ ഞാൻ പെർഫോമൻസ് ചെയ്യുന്നതാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ മാറിയേക്കും. പക്ഷേ ഇതിപ്പോ നമ്മളിങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് സ്പോട്ടിൽ ഇട്ടുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഒരു സംഭവം സ്പോട്ട്ലൈറ്റ് ഇട്ട് കളയും, പിന്നെ അതിനെപ്പറ്റി ഭയങ്കര കോൺഷ്യസ് ആയി. ഇപ്പൊ ഇത് എന്റെ മുമ്പിൽ ഇരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നു, ഞാൻ ഇനി എന്താ ചോദിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉണ്ടാവില്ലേ. എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്ന കുട്ടികളും. വരട്ടെ. ഇൻ ഷോർട്ട്, അതായത് വേറൊരാളെ സ്പർശിക്കുമ്പോൾ മറ്റൊരാൾക്കാണ് അത് ഫീൽ ചെയ്യുന്നത്. എന്താണ് അത് അവര് തമ്മിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ എനർജി ഉണ്ടോ? ഇല്ലാന്ന് സ്ഥാപിക്കാനാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ എഗെയിൻ ഒരു തിയേറ്റർ, ഇതെന്റെ ഇൻസോംനിയ എന്ന് പറഞ്ഞ കമ്മിങ് ഒരു തിയേറ്റർ ഷോന്റെ ഒരു ഇതാണ്, ക്ലിപ്പാണ്. അപ്പം 2 റാൻഡം ഓഡിയൻസിന് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണോ? എന്താ വെച്ചാല് നമ്മൾ ഇതിനു മുമ്പ് പറയുന്ന വാക്കുകളും ഉദാഹരണങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യാനുള്ളതാണ്. എന്നാൽ സ്റ്റേജിൽ വന്ന സമയം തൊട്ട് അവരെ നമ്മൾ ഒരു ചെറിയൊരു സജഷൻ കൊടുത്ത് നമുക്ക് അങ്ങനെ രണ്ടുപേരെ അതിലേക്ക് പരിവപ്പെടുത്തണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? ഡിപ്പെൻസ്, ആൾക്കാരെ സിറ്റുവേഷൻ. നമ്മൾ ഇവിടുന്ന് റാൻഡമായിട്ട് 2 പിള്ളേരെ പിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരാളെ അടിച്ചാൽ ഒരാൾക്ക് ഫീൽ ചെയ്യുക. ഇതിനൊരു പ്രശ്നമുണ്ട് ഈ സബ്ജക്റ്റിന്. ഇത് ആദ്യം തന്നെ ചോദിച്ചത് നന്നായി. അതായത് യു ആർ നോട്ട് സപ്പോസ് ടു ബി പ്രജുഡൈസ്ഡ് ഇൻ ഇറ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റഫ്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പം അങ്ങോട്ട് ഞാൻ ഇഷ്ടമുള്ള ഒരു ഫ്ലവറിന്റെ പേര് വിചാരിക്കാൻ പറഞ്ഞാൽ ജാസ്മിൻ വിചാരിച്ചു എന്ന് വിചാരിക്കാം. രണ്ടാമത് ഞാനത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എള്ളിൻ പൂവോ മുരിക്കിൻ പൂവോ ചെമ്പകോ അങ്ങനെ ഏറ്റവും കിട്ടാത്ത നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, സ്കെപ്റ്റിസിസം വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ സമയത്ത് വി കാൻ ഡു എനിത്തിങ് അബൌട്ട്. മറിച്ച് അവർ ഓണസ്റ്റ് ആയിരിക്കണം, അല്ലേ? ഓണസ്റ്റ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും പറയും നിങ്ങളെ പറ്റിക്കാൻ, ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. നമ്മൾ പറയുന്ന കാര്യം വിചാരിക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ ഇതൊരു എഗെയിൻ ഒരു വിൻ ലൂസ് സിറ്റുവേഷൻ ഇല്ല ഇതില്. നിങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളെല്ലാവരും കൂടി കുറച്ച് എന്റർടൈനിങ് അല്ലെങ്കിൽ ഫൺ ആവുന്നു എന്നുള്ളൊരു ഒരാളും കൂടി. The very best to you. Heard you're starting your new show and I'm sure it's going to rock. My one experience with you in Mangalore was a breathtaking experience. Honestly believe you are the best that there is in your field. An awesome mentalist. God bless you and may you always succeed. Thank you. ബോളിവുഡിലെ വളരെ പ്രധാനപ്പെട്ട നടൻ സുനിൽ ഷെട്ടിയാണ്. അങ്ങനെ ആദ്യ എത്താത്ത സ്ഥലമില്ല. തുടങ്ങുന്നേ ഉള്ളൂ. നല്ല സുഹൃത്താണ്. താങ്കൾ UAE-യിൽ താങ്കൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതെ, വലിയ വലിയ ഷെയ്ഖുമാരുണ്ട്. അവരെല്ലാം അവസാനം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പടക്കഴി എടുത്ത് തരുമോ? UAE-യിൽ എനിക്കുള്ള ഇമേജ് കുറച്ചുകൂടി അവരെല്ലാവരും എന്നെ ഒരു ജിന്നാക്കി കളയുന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പബ്ലിസിറ്റി ഒക്കെ പതിയെ ഒന്ന് താഴ്ത്തി. അവിടുന്ന് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. നോ മാറ്റർ അവിടുത്തെ റോയൽ ഫാമിലിയിലായിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കുറെ സീനിയേഴ്സ് ഓഫീസർ. അപ്പം നമ്മൾ ഈ ഷോ ചെയ്ത് കഴിയുമ്പം ഒരു സെഷൻ എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ ഷോന്റെ സയന്റിഫിക് സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അൽ ജിന്ന, അവർക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. പിന്നെ അല്ല, അത് ഈ പറഞ്ഞ പോലെ ഈ ഗൾഫിലുള്ള ഷെയ്ഖുമാരോടൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവര് നിങ്ങളെ വേറൊരു ലെവലിലായിരിക്കും കാണുന്നത്. അതെ, നിങ്ങൾക്കൊരു സയൻസും മാജിക്കും ഒരു ചെറിയ ഡിസപ്ഷനും ഒക്കെ ഉണ്ട്. ആൾക്കാർ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണത്. എല്ലാം കൂടെ ഒരു ചേരുവ. ഇപ്പൊ നമ്മളൊരാളുടെ മുകളിലൊരു ഒരു അപ്രമാദിത്യം കൊണ്ട് സ്ഥാപിക്കുമ്പോഴേക്കും നമുക്ക് അയാളെ നമ്മുടെ വരുതി കിട്ടുന്നു. അല്ലെ, അതൊക്കെയല്ലേ ഈ പാവപ്പെട്ടവരെ നമ്മൾ അങ്ങനെയല്ലേ കൈകാര്യം ചെയ്ത്. ഞാനൊന്ന് പിടിച്ച് നെക്കി തന്നു, ബാക്കി അത് ചെയ്തു. നമ്മളൊരു ഷോന് വരുന്ന സമയത്ത് നമ്മുടെ തിയേറ്ററിന്റെ അറ്റ്മോസ്ഫിയർ, അവിടെ യൂസ് ചെയ്യുന്ന കോഡ്സ്, ലൈറ്റ്, മ്യൂസിക്, ഇതൊക്കെയാണ് ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്.
ഇപ്പൊ അങ്ങ് ചെയ്തു തന്നു, അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പെട്ടെന്ന് എഴുതുന്നില്ലേ? അതെ അതെ. അത് ചില ഈ പുലിയൊക്കെ പിടിച്ച മറ്റേ അങ്ങോട്ട് ചേർത്ത് വെച്ചതുപോലെ ഞാൻ അവനൊക്കെ ചേർത്ത് വെച്ചു. കണ്ടാ എടാ, ഇത് നീ ഇവര് ഭയങ്കര പ്രശ്നമാകാൻ സാധ്യത കേട്ടത്. അയ്യോ പാവം. എന്താ കാരണം അറിയോ? ഇപ്പൊ ഇവന്റെ മനസ്സ് സംഭവിച്ചെന്നറിയോ? ഞാൻ പറയട്ടെ, അത് ഞാൻ മനസ്സ് വായിക്കട്ടെ അവന്റെ. പ്ലീസ്. അവൻ മറന്നു കടന്നത് മുഴുവൻ ഉള്ളിലേക്ക് വീണ്ടും വരികയാണ്. ഇപ്പൊ അത് പറയുമ്പോ ഒബ്വിയസ് ആണല്ലോ അല്ലേ? വന്നില്ലേ? വന്നില്ലേ? കുറച്ച് വന്നു. ലെഫ്റ്റ് ലെഗിന്റെ പൊസിഷൻ നോക്കിയാൽ മതി. ഇപ്പൊ അപ്പം മാറ്റി കളഞ്ഞു. ക്യാമറ റിവൈൻഡ് ചെയ്താലും നമുക്കറിയാം ലെഫ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നല്ല, ഇപ്പം ഇവന്റ് ദ കോർണർ, കോർണറിൽ പോയിട്ട് ഇതാണ് ഒബ്വിയസ്. നീ പിന്നെ പെണ്ണ് കെട്ടിയ മോനെ? കൊച്ചുവായ ഒരു കൊച്ചാഴ്ച നീ അവളെ കുറിച്ച് ചിരിക്കണ്ട കേട്ടാ. പക്ഷെ ഇപ്പൊ പറഞ്ഞത് സത്യമല്ല. ഫിംഗേഴ്സ് ആണോ? ഫിംഗേഴ്സ് നോക്ക്, ഇറ്റ്സ് ലൈക്ക് അൺസർട്ടനിറ്റി വരും പിന്നെ.